ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിത്ത് ടോക്സ്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇനി മെഴുകുതിരി കത്തിക്കുന്നില്ല. കാരണം നമ്മുടെ വിത്ത് ടോക്സിന്റെ വെളിച്ചമായ അനീസ് നമ്മുടെ കൂടെ ഇന്നില്ല. ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. നമ്മുടെ വെളിച്ചം അണയല്ല, നാട്ടുകാർ കുറച്ച് അണച്ചു. കഴിഞ്ഞ റിലേഷൻഷിപ്പ് എപ്പിസോഡ് ഇറങ്ങിയപ്പോ അനീസിന്റെ ചില റിലേഷനുകൾ അന്നാണ് അറിഞ്ഞത് അനീസ് പോളിഗമിയാണ്. ട്രസ്റ്റ് ഇഷ്യൂവിൽ അവരിപ്പോ ട്രസ്റ്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പൊ അനീസ് മെഡിക്കൽ ട്രസ്റ്റിലുണ്ട്. വരും എപ്പിസോഡുകളിൽ അനീസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ കൂടുതൽ കാമുകിമാര് പിടിക്കുന്നതനുസരിച്ച് അനീസിന്റെ പ്രസൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പറയാൻ പറഞ്ഞ കാരണം പറയാം. പനി. അനീസിക്ക് പനിയാണ്. തുടങ്ങിക്കോ ആദ്യത്തെ എപ്പിസോഡ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഈ വിഷയത്തിനെ പറ്റി പറയാൻ എക്സ്പേർട്ടേ അല്ല. കാരണം നമുക്കാരും കണ്ടിട്ടില്ലാത്ത ബിഗ് ബോസിനെ പറ്റിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ബിഗ് ബോസിനെ പറ്റിയാണ്. നമ്മൾ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീല് കാണുമ്പോ റീലില് എനിക്കിപ്പോ ജാസ്മിൻ, ഗബ്രി, ജിൻഡോ ആക്ച്വലി എന്റെ ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജിൻഡോയുടെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. ആള് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ പുറത്ത് പറയരുത്, എന്റെ ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെ കാണിക്കുമ്പോഴേ എന്റെ ബിഫോർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജിമ്മിൽ പോയില്ല. ആഫ്റ്റർ എടുക്കാൻ പറ്റിയിട്ടില്ല. ആഫ്റ്റർ എടുക്കാൻ ഞാൻ പോയിട്ടില്ല. പിന്നെ ആരൊക്കെ റോക്കി ബൈ ഏറ്റവും ഫേമസ് തോന്നുന്നുണ്ട്. റോക്കി ഔട്ടായത് ഇടിച്ചിട്ട് മറ്റേ സിനിമയില്ലേ ഇത് ദേവാസുരത്തില് ഭീമന്റെ ഇനി എന്നെ തല്ലരുത് അത് കത്തിയേറ്റില്ല. അതുപോലെ റോക്കി ബൈ ഇടിക്കുന്നുണ്ട്. ബിഗ് ബോസ് കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ കേട്ടതാണ്. അതായത് ഇപ്പൊ ബിഗ് ബോസ് നടത്തുന്ന ടീം, ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറയുന്നത്, ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ഞാൻ കേട്ടൊരു സാധനമാണ്. അതായത് പണ്ടൊക്കെ കുറെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത്. അല്ല, പണ്ട് കുറെ സെലിബ്രിറ്റീസ് വരുന്നില്ല. പണ്ട് രഞ്ജിനി ആയിരുന്നു. ബിഗ് ബോസ് തന്നെയാണോ തോന്നുന്നില്ല. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ അവര് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാത്ത ഒരു പ്രധാന കാരണം ഒരു പേയ്മെന്റ് കുറച്ചു. കാരണം അവർക്ക് ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും ആൾക്കാർ ബിഗ് ബോസ് കാണും. അപ്പൊ വെറുതെ എന്തിനാണ് കൂടുതൽ കാശ് കൊടുത്ത് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത്? ശരിയല്ലേ? ഈ എപ്പിസോഡ് അല്ല, ഇതില് ഭയങ്കര വലിയൊരു സെലിബ്രിറ്റി താരനിരയൊന്നുമില്ല. അതാ ആറാട്ടെണ്ണനെ വിളിച്ചു, പോയില്ല. ആറാട്ടെണ്ണൊന്നും വിളിച്ചില്ല. ഇത് ഈ ഒരു സീസൺ ആകുമ്പോ ആൾക്കാർ കുറെ പേര് വിളിച്ചു. അതായത് ആ കൊല്ലത്തെ പൊന്തി വന്നിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മളെ ബിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ആർക്കും കുറെ ആൾക്കാരുടെ ഒരു കരിയർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിഗ് ബോസിൽ പോവുക, കുറെ കൂടി വിസിബിലിറ്റി കിട്ടും. പക്ഷെ എനിക്ക് എന്റെ ബേസിൽ ഞാനും കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഈയിടെ കാരണം നീ റീൽസ് കാണാറില്ലേ? അതൊക്കെ തന്നെ കാണേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്കും തോന്നുന്നത്. മെയിൻ സാധനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടാവും. ഇത് ബിഗ് ബോസ് പ്ലസ് അങ്ങനെ എന്താ പരിപാടി ഉണ്ട് നിനക്ക്? 24 മണിക്കൂറിന്റെ ഹോട്ട്സ്റ്റാറിലുണ്ട്, വലിയ സ്ട്രീം കിട്ടും. അതിന്റെ കണ്ടന്റ്സ് 1 മണിക്കൂറുണ്ട് ടിവിയിൽ വരുന്നത്. അല്ലാതെ ഫുൾ ടൈം റീല് കാണും. ഇത് ഫുൾ ടൈം ഒക്കെ ഇരുന്ന് കാണുന്നവരുണ്ടാവില്ല. അല്ല, ഇതിന് ഭയങ്കര കട്ട ഫാൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ ഇത് തുടങ്ങിയ സമയത്ത് മറ്റേ ചുമ്മാ ഫേസ്ബുക്കിൽ മറ്റേ ട്രോളൊക്കെ വായിക്കുമ്പോ ഇതുപോലെ ബിഗ് ബോസ് ഒരു എപ്പിസോഡെങ്കിലും കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സാധനമൊക്കെ എന്ന് വെച്ചാൽ അങ്ങ് ചലഞ്ച് പോലെ. പക്ഷെ എല്ലാരും ഇത് ഭയങ്കര ഇതിന്റെ ഞാൻ പക്ഷെ എനിക്ക് തോന്നുന്നത് കണ്ടു തുടങ്ങിയ നമ്മള് അത് ഫുള്ള് കാണും. അതാ ഇത്തവണയാണ് ഞാൻ ആദ്യമായിട്ട് ചുമ്മാ ഒന്നാമത്തെ ഫസ്റ്റ് എപ്പിസോഡ് വരുമ്പോ ഞാൻ വയ്യാതെ വീട്ടിൽ കിടക്കുന്നുണ്ട്, വീട്ടുകാർ വെച്ചേക്കുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തൊട്ടേ കുറച്ച് ഇൻട്രൊഡക്ഷൻ അന്ന് റോക്കി ഒക്കെ ഉണ്ടായിരുന്നു. റോക്കിക്ക് മറ്റേ ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ റോക്കി ആളുടെ ഒരു ഇൻട്രോ പറയുന്നുണ്ടായിരുന്നു. ആള് രണ്ടാളാണ്, റോക്കിയും വേറെ പേരുണ്ട്, ഞാൻ ഓർക്കുന്ന ആൾക്ക് ഇതാന്ന് പറയണ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. പുള്ളി കലിപ്പായ പുള്ളിക്ക് 2 പേര് പറഞ്ഞു. പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? അതെ, എന്റെ പേര് ഇതാണ്, പുള്ളി തന്നെയാണ് പറയുന്നത്. എനിക്ക് പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ റോക്കിയാണ് അത് അകത്തിരുന്നു. റോക്കി എടുക്കൊരു സ്നിക്കേഴ്സ് ദേഷ്യം ഹീറോയിനെ പോലെ. അപ്പൊ
അങ്ങനെ അപ്പോഴെനിക്ക് ഇതുപോലെ തോന്നി ഇത് വെറൈറ്റി. കാരണം ശരിക്കും ഇതിന്റെ ബേസിക് പരിപാടി മനസ്സിലാവില്ല. അതായത് എല്ലാവരും വന്നിട്ട് ഇതിന്റെ എൻഡി പറയുന്നത് അപ്പോൾ ഇവരുടെ മറ്റേ വീഡിയോ പോലെ എന്തോ കാണിക്കും വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ. അപ്പം ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കും, ഭാര്യ പറയുന്നത് നിങ്ങൾ ഭയങ്കര ദേഷ്യക്കാരനാണെന്നുള്ളൂ, അല്ല അമ്മ പറയുന്നത് മറ്റേ ഇന്നാൾക്ക് ഇത്ര ദേഷ്യമാണെന്നാകുമ്പോൾ എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കും. അപ്പോൾ അവർ അതെ ഞാനിങ്ങനെ ദേഷ്യം എന്നല്ല, പക്ഷെ എനിക്ക് ഇത് പ്രതികരിക്കണം എന്ന് ഞാൻ ചെയ്യും. അതാണ് അപ്പം ഈ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഫുൾ വിളിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇത് വേണ്ടടാ, സാധനം വേണ്ടേ? അവിടെ പഴംപുഴുങ്ങി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെടുക്കില്ല. അല്ല ഈ ദേഷ്യം വന്ന് പ്രശ്നം ഉണ്ടാക്കി ബഹളം വെക്കുന്നവരാണ് ബേസിക്കലി വേണ്ടതെന്നാണ്. അത് വേറൊരു ചേട്ടൻ ആദ്യം തന്നെ പുറത്തായൊരു ചേട്ടല്ലേ, ആള് തൃശ്ശൂർക്കാരനാ അല്ലേ? മറ്റേ ഒരു കട്ട മീശ വെച്ചിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വന്ന ചേട്ടൻ ആള് കുറച്ചധികം ബഹളായിരുന്നു. ഞാനിങ്ങനെ ഈ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മുടെ ഷോയ്ക്ക് ഒരു ദിവസം മറ്റേ നമ്മുടെ റിൻഷ അവരെ ഇരുന്ന് കാണുമ്പോൾ പുള്ളിക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇവര് പുള്ളിക്കാരൻ ഗേൾ ഫ്രണ്ട് ഒരു ദിവസം അവിടെ ഇരുന്നുകൊണ്ട് ഇത് കാണുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞു. താൻ കണ്ടോ, ഞാനിപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, ഞാൻ കുറച്ച് കഴിയുമ്പോ കണ്ടോളാം എന്ന് വെച്ചാൽ ഇവര് ഒരുമിച്ചല്ല, പക്ഷെ പാരലലി ഒരേ സമയത്ത് ഇത് കാണണം, എന്നിട്ട് കണ്ടു കഴിയുമ്പോ ഡിസ്കഷൻ. അതുകൊണ്ട് അവിടുന്ന് വിളിച്ചിട്ട് ഞാൻ ഫ്രീ ഞാൻ കാണാൻ കാണാമെന്ന് വിളിക്കും. ആൾക്കാര് കൂടുതൽ കാണുന്ന ഇതിനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നതിലൊരു പാർട്ടാണ്. കുറെ ഫ്രണ്ട്സ് ഈ സാധാരണ ആ ഗ്രൂപ്പ് ഞാനും, കാരണം അവരൊരു ഗ്രൂപ്പിൽ എപ്പോഴും ബിഗ് ബോസിനെ പറ്റി സംസാരിക്കും. ആൾക്കാർക്ക് എപ്പോഴും ഒരു കൂട്ടം കൂടി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഗോസിപ്പ് പറയാം, ആ സാധനങ്ങൾ പറയാനുണ്ട്. അതിനുള്ള വേണ്ട സാധനം ഇവർ ഇട്ട് കൊടുക്കാണ്. അതിന്റെ പരസ്യം തന്നെ അത് ഇതായിട്ട് പറയുന്നത് വെച്ചാൽ വന്ന് ബെഡ്റൂമിന്റെ വാതിൽ ഇവിടെ നോക്കുമ്പോ ലാലേട്ടൻ തോന്നിട്ട് ഇതുപോലത്തെ ഒരു 7 ബെഡ്റൂം കാണാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഓപ്പൺ ആയിട്ട് പറയണ ഒരു സംഭവം നമുക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ഈ പരദൂഷണം പറയാ അല്ലെങ്കിൽ എല്ലാവരുടെ കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക, അത് വളരെ ഓപ്പൺ ആയിട്ട് ഒരു സംഭവം ഇട്ട് കൊടുത്തേക്കാണ്. ഞാൻ അങ്ങനെ രണ്ടാമത് പുള്ളി കാണുമ്പോ ഒരു ദിവസം എപ്പിസോഡ് കണ്ട, അപ്പൊ എനിക്ക് ഭയങ്കര ബഹളമാണ്. പക്ഷെ ഈ പറഞ്ഞ അവിടുത്തെ ഓരോ ആൾക്കാരുടെ പ്രശ്നവും, ഇത് രാവിലെ കഴിക്കാൻ എന്തോ പഴയ സാധനം കൊടുത്തു, ഇന്നലെ കഴിച്ചിട്ട് ബാക്കിയാണ്, ഇത് ചൂടാക്കി തന്നെ തരിക. അതായത് ഇവർക്ക് സെക്ഷൻ തിരിക്കും, അങ്ങനെ ഓരോരുത്തർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്തേക്കുക. ഒരു ഗ്രൂപ്പ് ആൾക്കാരായിരിക്കും കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹെഡ് കാണും. അപ്പൊ ഫുഡ് മോശമാണ്, ഇവർ കഴിച്ചോണ്ട് കിച്ചണത്തേക്ക് എങ്ങനെ ഇത് കഴിക്കും ഇതെന്ന് ഒരു ക്യാമറ എന്നിട്ട് അവിടെ പോയി വഴക്കുണ്ടാക്കും. ബിഗ് ബോസിന്റെ ഒരു ക്യാമറ, ബിഗ് ബോസ് ഉപ്പുമാവാണോ ബിഗ് ബോസ്? സത്യം അവസ്ഥ അല്ലേ? പഴം പിടിങ്ങിയതൊക്കെ ബിഗ് ബോസ് ലാലേട്ടൻ അല്ലാന്ന് തോന്നുന്നു. വേറെ ആളാ, പുള്ളി ഭയങ്കര റഫാ. ബിഗ് ബോസ് അപ്പൊ ഒരാളില്ലേ, ഒരാളെ പുറത്തുനിന്ന് വഴക്കുണ്ടാക്കിട്ട് ഞാൻ പോവാ, എനിക്ക് തന്നെ ആവശ്യം വേറെ കലിപ്പായി അവിടെ നിന്നിട്ട് അകത്ത് പോയിട്ട് ബിഗ് ബോസിനൊക്കെ ഇന്ററാക്ട് ഒറ്റയ്ക്ക് റൂമിൽ, അത് കൺഫെഷൻ റൂം. അപ്പൊ അങ്ങോട്ട് വിളിക്കും, അധികം വഴക്കുണ്ടാക്കാൻ വിളിപ്പിക്കും. ഇയാളെ ഞാൻ അല്ലേ പോവാന്ന് പറഞ്ഞ അവിടെ ചെന്നിട്ട് കരയുമായിരുന്നു. സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നാടകത്തിന് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നാടകീയത ഒന്നും ഇവിടെ വേണ്ട, നേരെ പറഞ്ഞാൽ മതി. അപ്പൊ കാര്യം പറയും. അങ്ങനെയൊക്കെ ഭയങ്കര റഫ്. നേരെ കുറച്ച് കഴിയുമ്പോ പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ല എനിക്ക് ഒരു കാര്യം പറഞ്ഞു, ഒന്ന് പോവാന്ന് പറഞ്ഞാൽ പൊക്കണം. ഇത് രമയുക ആ സ്കീമാ. കലിപ്പായിട്ടൊക്കെ എഴുന്നേറ്റ് ഭയങ്കര റഫ്, ചൊറി കിട്ട്. അവിടെ ഇത്രയും ചൊറി കഴിഞ്ഞ് ഒരു സാധനത്തിലോട്ട് ചെല്ലുമ്പോ അവിടുന്ന് അതിലും ചൊറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു അവസ്ഥയായി പോയി. പക്ഷെ എന്നിട്ടും ആൾക്കാർ നിക്കുന്നു. മറ്റേ എന്റെ 6 കൊല്ലത്തെ ഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ പറഞ്ഞ റോക്കി റോക്കി ഇടി കഴിഞ്ഞിട്ട് അവിടെ പോയി കരഞ്ഞു. ഞാനൊരു മറ്റേ പേഴ്സണാലിറ്റി ഷിഫ്റ്റ് ആയിക്കാണ്. ലൂസ് കോണ്ടാക്ട് ആയിരുന്നു. അല്ല അതൊക്കെ അവരുടെ ക്ലിയർലി മറ്റേ ഇതിലുള്ളതാണ്. മറ്റേ ഫിസിക്കലി എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത എല്ലാ ബിഗ് ബോസിന്റെ കൂട്ടിയിട്ട് ഇതിൽ ആദ്യമായിട്ടാണ് ഒരാള് ഇടിക്കുന്നത്. അപ്പൊ പിന്നെ ഏറ്റവും നന്നിട്ട് വഴക്കുണ്ടാക്കുന്ന പുള്ളിയില്ല, പുള്ളിക്കാണ്ട് ഫസ്റ്റ് കൊടുക്കാൻ. കൊറേ ടാസ്ക് ഗെയിം പോയിന്റ് അതിൽ വേറെ ഏറ്റവും വലിയ കിടിലം വരുന്നത് വെച്ചാൽ ഈ ഹൗസിനകത്തുള്ള ഇത്രയും പേര് ഒറ്റക്കൊറ്റക്ക് ഈ കൺഫെഷൻ റൂമിൽ കയറിയിട്ട് വോട്ട് ചെയ്യാം, ആരെ പറഞ്ഞു വിടണം. അയ്യോ നമുക്ക് ഈ എപ്പിസോഡ് എങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ വിറ്റോക്സിൽ നിന്ന് ആര് പുറത്ത് കൊണ്ടു നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർ വേഷത്തിൽ ഇരുന്നിട്ട് അനീസ് 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 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീസിനാണ്. ഇത് മഹാദേവൻ ബിഗ് ബോസിൽ പോയാല് മഹാദേവന്റെ ഗെയിം എന്തായിരിക്കും? അങ്ങനല്ലേ ചോദിക്കണ, ഗെയിം എന്താണ് മഹാദേവന്റെ ഗെയിം എന്തായിരിക്കും? മഹാദേവന് മനസ്സിലല്ല പരിപാടി. എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിൽ പോകില്ല, കാരണം
എന്നെ ആരും വിളിക്കൂല. എന്നെ വിളിക്കൂല. നമ്മളെല്ലാം ശാന്ത, നമ്മളങ്ങനെ. അത് ഞാൻ ഞാൻ അല്ല ഒരു 4 റോസ്റ്റ് വീഡിയോ മഹാദേവനാണെങ്കില് അല്ല ഒരു 4 റോസ്റ്റ് വീഡിയോ കൂടി ഇറങ്ങി വേണമെങ്കിൽ വിളിക്കും. അല്ലേ? മഹാദേവനാണെങ്കിൽ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ പിടിച്ചിരിക്കും. ഞാൻ ചിലപ്പോ ശരി എനിക്ക് ഉറങ്ങാൻ സമയം എന്ന് പറഞ്ഞു. ചിലപ്പോ അനീസ് തിളങ്ങാൻ സാധ്യതയുള്ള ഒരു മേഖല. അനീസ് ലവ് ആംഗിൾ അവിടെ പോയി കളിക്കും മൾട്ടിപ്പിൾ. അവ പ്രായഭേദമന്യേ ലവ് ആംഗിൾ കളിക്കും. 3 പെണ്ണുങ്ങളും 2 ആണുങ്ങളും. അതിലെല്ലാരും വിചാരിക്കും ഇവനും ഒരു 25 വയസ്സായ പെണ്ണായിട്ടില്ല, അല്ല അവ 65 വയസ്സായ ആളായിട്ടായിരിക്കും ചിലപ്പോ. 18 to 80 ആയിട്ട്. അനീസിന്റെ കഥയില്ല ജീവിതമായിരിക്കും അല്ലേ? അനീസിന് വേറെ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് വിടേണ്ടി വരും. അല്ല മഹാദേവൻ എന്തായിരിക്കും ഗെയിം? അല്ല നമുക്കങ്ങനെ, ഞാനീ പറഞ്ഞ പോലെ അതാ എന്റെ പ്രശ്നം. ഇവിടെ എനിക്ക് എപ്പിസോഡ് ചിലപ്പോ കാണുമ്പോഴും തോന്നുന്നവര് ചിലർ ഈ പറഞ്ഞ പോലെ നീ കാണാറില്ലേ? അല്ല ഞാൻ ആകെ കണ്ട കുറച്ച് സാധനത്തിൽ നിന്ന് പറഞ്ഞു ശരിക്കും ഇതിപ്പോ ഭയങ്കര ആൾക്കാർ മറ്റേ കണ്ടിട്ട് പറയടാ എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നു ചിലര് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കും. അതായത് അവര് അവിടെ നിർത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നണല്ലോ, ഒരു എൻഗേജിങ് ആയിരിക്കും. അതെ, പക്ഷെ ഞാൻ പറഞ്ഞ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും അങ്ങോട്ട് പോയി വെറുതെ ചൊറിഞ്ഞ് മൂപ്പിച്ച് ഒരച്ചൊരച്ച് കല്ലൊരച്ച് പറ്റ തീ ഉണ്ടാക്കണ പോലാണ് ഇവര് എഫേർട്ട് ഇട്ട് വഴക്കുണ്ടാക്കി ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത്. അല്ല അവർക്കും ചെയ്യുന്നത് കുറച്ച് ഇങ്ങനെ അവരെ പറ്റി തന്നെ ഒരു ഡില്യൂഷൻ ഉള്ള ആൾക്കാരാണ്. ഇത് ഭയങ്കര വലിയ പ്രോസസ് അല്ലേ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇതിനകത്ത് പോകുമ്പോ ഞാനിപ്പോ ചിലപ്പം ഭയങ്കരമായിട്ട് അവിടെ ഒരു പ്രശ്നം നടന്നിട്ട് പിന്നെ ഇവര് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ ഭയങ്കര ഡിബേറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഞാൻ അവിടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് ഇടപെടൂല. കാരണം നമ്മളങ്ങനെയാണല്ലോ, നമ്മളങ്ങനെ പോയി വഴക്കൊണ്ട് അവിടെ പോണെങ്കിൽ വ്യക്തമായ പ്ലാനുള്ള ഒരാൾ തന്നെ അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ ഒരു ചായനെ പറ്റിയൊക്കെ അടി ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ അടി അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ്. അപ്പൊ നമ്മൾ എത്ര ഹോട്ടലിൽ അടി ഉണ്ടാക്കണം നമ്മള്. അല്ല അതാ ഞാൻ പറഞ്ഞ നമ്മള് കാര്യമുള്ളപ്പോഴാണല്ലോ തർക്കിക്കേണ്ടി വരുന്ന സംസാരിക്കാൻ. അത് ഞാൻ ചെയ്യാറുണ്ട്. പോയിന്റ് ഉള്ളപ്പോഴേ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കാര്യമാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണേൽ പിടിച്ചിരിക്കാന്നുള്ള സാധനം. നമ്മള് മറ്റേ നേരത്തെ പറഞ്ഞ ചായയുടെ കേസിലൊക്കെയാണ് എന്തെങ്കിലും ഇനി മറ്റേ ചെറിയ രീതിയിലൊരു സംസാരം വന്നാലും നമ്മള് 2 മിനിറ്റ് കഴിയുമ്പോൾ വിചാരിക്കില്ലേ ഒരു പ്രശ്നം എന്തിനാ വിടും. പക്ഷെ ഇത് വെറുതെ എനിക്ക് മുഖത്തിന്റെ ചായ മാറ്റും. നീ ഇപ്പൊ ചിന്തിക്കുന്നത് ചായ മോശമായ നീ എന്ത് പറയുന്നതാണ് ഉള്ളതല്ലേ. നീ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചേക്ക്, നീ ഉണ്ടാക്കി കൊടുത്ത ചായക്കണി കുറ്റനെ ആക്കണെന്നുണ്ടെങ്കിലോ ട്രിഗർ ആകും. കാരണം എനിക്കറിയാലോ, ഞാൻ പറഞ്ഞ അവിടെയും കുടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചായ ഇട്ട് തരുമ്പോഴും ഞാൻ പറയാറില്ലേ എനിക്കറിയാം എനിക്ക് നന്നായിട്ട് ചായ ഇടാൻ അറിയാവുന്ന. പക്ഷെ ഇടയ്ക്ക് വാളിപ്പോറുണ്ട്. അപ്പൊ ഞാൻ പറയല്ലോ ചിലപ്പോ എല്ലായിടത്തും ക്യാമറയുണ്ട്. നമ്മുടെ മുഖത്ത് ക്യാമറ വരുമ്പോ നമ്മള് കുറച്ചുകൂടെ ആൾക്കാരും കാണുന്നുണ്ട് എന്റെ ചായ മോശമല്ല എന്ന് പിടിച്ച്. അല്ല മനഃപൂർവ്വം ഒരാൾ വഴക്കുണ്ടാക്കാൻ വന്നാൽ നമ്മൾ ചിലപ്പോൾ വഴക്കുണ്ടാക്കി പോകും. അത് ശരിയാ. ഞാൻ പറഞ്ഞ പക്ഷെ എന്നാലും ഞാൻ ചിലപ്പോ ആലോചിക്കുമ്പോ വെറുതെ ഇരുന്നിട്ട് നമ്മളെ പറഞ്ഞു വിടായിരിക്കും എല്ലാരും ഇവിടെ ഋഷി എന്ന് പറഞ്ഞ മറ്റേ മുടിയുള്ള ആളൊന്നും വലിയ വയലന്റ് അല്ലാണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നില്ലേ, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം ജയിക്കണം ഫൈനലി. ഇയാളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അഖിൽമാരൊക്കെ നല്ല ഒച്ചപ്പാട് ഉണ്ടാക്കിയിരുന്ന ആൾ തന്നെയാ. ആള് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര ഗെയിം പ്ലാനിൽ കളിച്ചിട്ടുള്ള പുള്ളി നൈസായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം പുള്ളിയുടെ അല്ലാതെ റീൽസിലൊക്കെ അല്ല ആള് ഇന്റർവ്യൂ ആളുടെ സംസാരം ആള് ഭയങ്കര ക്ലാരിറ്റി ഉള്ള അതൊക്കെ ഭയങ്കര ഡിസൈറിംഗ് സാധനമാണ്. പുള്ളി ഭയങ്കര കിടിലായിട്ട് സംസാരിക്കും. ആ പുള്ളിയുടെ സംസാരിക്കുന്നിടത്ത് കുറെ പോയിന്റ്സ് ഉണ്ട്. ആ ഒരു സാധനം അങ്ങനെ നോക്കി അനീസക്ക് അവിടെ പിടിക്കാൻ പറ്റും. കാരണം ഇങ്ങനെ കൺഫ്യൂസിങ് സാധനങ്ങളൊക്കെ പറഞ്ഞ് പോയിന്റ് ഒക്കെ നമ്മൾ ശരിയാക്കി ഉണ്ടായിരിക്കും. പിന്നെ അനീസിന് ഒരു 4-5 ദിവസം അവിടെ ഷുഗർ കൂടിയിട്ട് ചിലപ്പോ പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അല്ല പിന്നെ അവിടെ ഈ ഫുഡും ഒക്കെ ലിമിറ്റഡ് ആണ്. ചിലപ്പോ വഴക്കുണ്ടാക്കുന്നത് ഇന്നലെ ഇവൻ കുറച്ച് കൂടുതലും മറ്റേ ന്യൂട്ടെല്ലാം എടുത്തു അല്ലെ പീനട്ട് ബട്ടർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞ അനീസൊക്കെ മറ്റേ രാത്രിയിലൊക്കെ പോയി ഷുഗർ എടുത്ത് കഴിക്കുകയൊക്കെ ഫുഡൊക്കെ ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ജിമ്മൻ ആളെന്ത്. അതാ ഞാൻ പറഞ്ഞ ഈ മൊത്തത്തിൽ ഈ ചുറ്റുപാട് മൊത്തം ആൾക്കാരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലാണ് നിർത്തുന്നത്. ഫുഡ് ലിമിറ്റ് ചെയ്ത് കൊടുക്കുക, കിടക്കുന്നതും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം. ഒരു കൂട്ടം ആൾക്കാരെ വളരെ കുറവ് റിസോഴ്സസ് ഒക്കെ വെച്ച് സാഹചര്യങ്ങളൊക്കെ ശരിക്കുള്ള മനുഷ്യന്റെ സാധനം പുറത്തു വരുന്നൊരു ഇതുണ്ടാക്കി സറൗണ്ടിങ് പരിപാടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെ ഇവര് കുറെ നാളായിട്ട് ചെയ്യുന്ന ഇത് ലോകത്ത് മൊത്തം നടത്തുന്ന ഒരു ഫോർമാറ്റ് ആണല്ലോ. അപ്പൊ അറിയാം എന്താണ്
അടി ഉണ്ടാവാൻ സാധ്യതയുള്ളത്, എങ്ങനെയായിരിക്കും അടി ഉണ്ടാവുന്നത്, എങ്ങനത്തെ ആൾക്കാരെ വേണം ഒരു ടാസ്കിലിട്ട്, എങ്ങനത്തെ ആൾക്കാരെ വേണം ഒരു ഗ്രൂപ്പിൽ കയറ്റേണ്ടതെന്നൊക്കെ ഉള്ളത് അവർക്ക് ഭയങ്കര വ്യക്തമായിട്ട് അറിയായിരിക്കും നടത്തുന്ന ആൾക്കാർക്ക്. കാരണം ഇവര് എത്ര ഭാഷകളിൽ നടത്തുന്നു. ഭയങ്കര ഒരു മറ്റേ ഇത് കാരണം മാത്രം ഫേമസ് ആയ കുറെ പേരുണ്ട്. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തി. മുനാവർ ഇതിലാണോ വന്നത്? മുനാവർ ജയിച്ചു. മുനാവർ ആദ്യം ലോക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കങ്കന അത് കേറി ബിഗ് ബോസും ജയിച്ചു. ബിഗ് ബോസ് ജയിച്ചു. മുനാവർ മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയൻ മറ്റേ പൊളിറ്റിക്കൽ. മുനാവറിന്റെ എന്തോ ഒരു എക്സിനെയൊക്കെ അവര് വൈൽഡ് കാർഡ് വെച്ച് കയറ്റി വിട്ടു. അങ്ങനെ ഇവര് കുറെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനും. മുനാവർ ഫറൂഖി. ഇത് കാണുന്ന ആൾക്കാര് ഒരു പോയിന്റ് ചെയ്യുമ്പം ഇവരുടെ ഭയങ്കര സപ്പോർട്ടറാവും. അതായത് അതിൽ ഏതെങ്കിലും ഒരാളുടെ ഭയങ്കര സപ്പോർട്ടറാവും. കാരണം അയാളെ ഇതിൽ എന്തായാലും ഇപ്പൊ ഒരാളിപ്പോ നിൽക്കും. ഇപ്പൊ നമ്മള് ബിഗ് ബോസ് ഹൗസ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബൈ ഡിഫോൾട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുമല്ലോ. കാരണം ആരെങ്കിലും ഔട്ട് ആവുന്ന ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷനിലല്ലേ നിൽക്കുന്നു. അപ്പൊ ഫാൻ ആവുന്ന ഒരു കട്ട ഫാൻ ആവും. ഇപ്പൊ എന്റെ ഒരു വലിയമ്മ റോബിൻ രാധാകൃഷ്ണന്റെ ഭയങ്കര ഫാനാണ്. റോബിൻ രാധാകൃഷ്ണൻ വലിയമ്മ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് റോബിൻ രാധാകൃഷ്ണൻ അറിയാം. കാരണം യൂട്യൂബിലുള്ള രണ്ടാൾക്കാര് അവന്റെ ചാനലിന്റെ തൊട്ട് താഴെ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പൊ അപ്പറല്ലേ കണ്ടോ. പുള്ളി എടപ്പള്ളി ഫ്ലാറ്റിലാണ് പുള്ളി. അതാണ് കുറെ ആൾക്കാര് ഇത് വിശ്വസിക്കും. അതെ, ഈ ഒരു സാധനം ശരിക്കും. പക്ഷെ ഈ സാധനത്തിന് ഈ ബിഗ് ബോസ് ആയ ആൾക്ക് എന്ന് പറയുന്നത് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറവല്ലേ. അടുത്ത ആളെ ഇറങ്ങാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയത് റോബിൻ രാധാകൃഷ്ണനാണ്. പുള്ളി ഇങ്ങനെ ആ ഒരു എപ്പോഴും ആൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പട്ടം എന്നും ആൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ആള് നടന്നിരുന്നത്. എല്ലാരും പറയുന്നത് സാബു ചേട്ടന്റെ അടുത്ത് റിയൽ ഗെയിമാണ്. സാബു ചേട്ടന്റെ സീസൺ ആയിരുന്നു അടിപൊളി സീസൺ എന്ന് പറഞ്ഞത്. രഞ്ജിനി ഹരിദാസ്, പേളിമാണി, ഏറ്റവും പറഞ്ഞിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബിഗ് ബോസ് അതാണെന്നാ പറയുന്നത്. അല്ല ഇപ്പൊ അവര് അതാണ് അവരുടെ ഉദ്ദേശം. അതായത് അവരാ പാറ്റേൺ ഓൾറെഡി കാണിച്ചല്ലോ. ആൾക്കാർ ഇപ്പം സാധനം ഇട്ടാ കാണും. ഇപ്പൊ ആ സെലിബ്രിറ്റീസ് വേണ്ടാന്നുള്ള സാധനമാക്കി ഇവര് കുറെ കൂടെ ബഡ്ജറ്റും ചുരുക്കി ഇപ്പൊ കിടിലായിട്ട് ചെയ്യുന്നു ആ സാധനം. ഇതേപോലെ ഡെലൂഷണൽ ആൾക്കാരെ വിളിച്ചാൽ മതിയല്ലേ. പക്ഷെ ആക്ച്വലി ഇതിനകത്ത് പോകുന്ന ആൾക്കാർ ഭയങ്കര വലിയ റിസ്ക് അല്ല എടുക്കുന്നത്. അതായത് ഇഷ്ടപ്പെട്ട ആൾക്കാർ അത്ര ഇഷ്ടപ്പെടും. പക്ഷെ നെഗറ്റീവ് അടിക്കുമ്പോൾ അതുപോലെയാണ് നെഗറ്റീവ്. കുറച്ചു പേര് ഇഷ്ടപ്പെടും, കുറച്ചു പേര് നെഗറ്റീവ് അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ഇവരെ കാണുകയല്ലേ 100 ദിവസത്തില്. എല്ലാ ദിവസവും 1 മണിക്കൂർ ഞാൻ ഇങ്ങനെ കണ്ടു വരുമ്പോ എനിക്ക് എല്ലാവരെയും അപ്പൊ ഏതൊരാളായാലും അയാളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഇതിന്റെ റേഷ്യോ മാറുമായിരിക്കും. പക്ഷെ അവരെ സ്നേഹിക്കുന്ന ഒരു 15 ആൾക്കാർ കാണുമായിരിക്കും. അതായത് ഞാൻ റോക്കി ബായിയുടെ ഭയങ്കര സപ്പോർട്ടറാണെന്ന് പറയുന്ന ഒരു 20 ആൾക്കാർ കാണുമായിരിക്കും. ചിലപ്പോ ആ പുള്ളീനെ വെറുക്കുന്ന ഒരു 80 ആൾക്കാർ കാണിരിക്കും. പക്ഷെ വേറെ വക്കീൽ മാരാറിന് ഇഷ്ടപ്പെടുന്നു. എനിക്ക് റോക്കി ബായി ഇഷ്ടപ്പെട്ടു. അടിപൊളിയാ, ഭയങ്കര എന്റർടൈനിങ് ആണ്. എന്തോ വീട്ടില് 7000 സ്ക്വയർ ഫീറ്റിന്റെ ബാത്റൂം. അങ്ങനെ റോക്കി മാൻഷൻ. അല്ല ഞാൻ പക്ഷെ അങ്ങനത്തെ ഒരു വീട് കണ്ടുണ്ട്. ഒരു ആളുടെ ഇതങ്ങോട്ട് കാട്ടിണ്ടായിരുന്നു. അല്ല പുള്ളിക്ക് ഒരു ലൈക്കബിൾ സാധനമുണ്ട്. അതൊക്കെ പറഞ്ഞാലും എന്തോ രസമാണ്. അല്ല ആള് ഇടി കൊണ്ടാണ് പുറത്തായോ? ഇല്ലില്ല, ഇടി കൊണ്ടാളെന്നെ പുറത്താവണം. അല്ല ഇല്ല ആള് അങ്ങനെയല്ലോ. ഇല്ല അത് പ്രകോപനം. അല്ലടാ ഇടി ഇട്ടിട്ട് എന്തോ പറ്റി ഇല്ലേ? അത്രക്കൊന്നും ഇടിച്ചില്ല. അതൊക്കെ ഇടിച്ചില്ല. ഒറ്റടിക്ക് ഒന്നും പറ്റിയില്ല. ഇവിടെ ഇത് കഴിഞ്ഞ വർഷം ഏതൊരു പട്ടാളത്തിലാണെന്നൊക്കെ പറഞ്ഞ കള്ളം കഴിഞ്ഞ സീസണില് അത് ഭയങ്കര വൈറലായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോ കൊറേ പേര് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സന നെറ്റി വെടി കൊണ്ട് കിടക്കുന്നു. എവിടെ വെടിയുണ്ട്? ലാലേട്ടാ പിന്നെ മോനെ കുട്ടാ നമ്മുടെ ഇന്ത്യൻ ആർമീനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ആള് തലേറ്റ് വീഴേ അല്ലടാ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ പരിപാടിയാണ്. വൈകിട്ടിരുന്ന് സംസാരിക്കൂലേ അതേപോലെ സംസാരിച്ച് തള്ളി അങ്ങ് പോയതാണ് കേട്ടോ. ക്യാമറ ഉള്ളത് എന്നാലും അത് വല്ലാത്തൊരു തള്ളായി പോയില്ലേ. ബിഗ് ബോസിൽ ആൾക്കാർ നോക്കുന്ന അതാണ്. അതായത് ഈ ക്യാമറ ഒക്കെ വരുമ്പോഴും നമ്മൾ മാറാതിരിക്കണം. കാരണം 100 ദിവസം ഒരു ഇമേജ് പിടിച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും റിയൽ നമ്മൾ പുറത്തു തരും. അപ്പൊ തുടക്കത്തിലേക്ക് കൂതറായി കഴിഞ്ഞാൽ അവിടെ നിക്കാവുന്ന ദിവസം എളുപ്പത്തിൽ നിക്കാം. അല്ലാണ്ട് ചെന്ന ദിവസമൊക്കെ ശരി ഒരു ചായ കുടിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞാൽ
തെറി വിളിയൊക്കെ തുടങ്ങും. തെറി വിളിക്കാൻ പാടില്ല അതുകൊണ്ട് അല്ലേ ബിഗ് ബോസ്? ആ ഇടയ്ക്ക് പക്ഷെ ബീപ് സൗണ്ട് ഒക്കെ കേൾക്കാം. തെറി വിളിക്കാൻ വിളിച്ചു പോകും തോന്നുന്നു. വിളിച്ചു പോയിരിക്കും. ഓ തെറി വിളിക്കാൻ എങ്ങനെ വിളിക്കാൻ പറ്റില്ല. തെറി വിളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ 100 ദിവസത്തേക്ക് വീട്ടുകാരുണ്ടാക്കും. പിന്നെ ശീലം നിക്കട്ടെ. 100 ദിവസം തെറി വിളിക്കാണ്ടാക്കുന്ന എങ്ങനെയാലേ? കൊറേ ടാസ്ക് ഉണ്ട്. പിന്നെ രാവിലെ അവര് പാട്ടിട്ട് ഡാൻസ് കളിപ്പിക്കും. അതാണ് എല്ലാ എപ്പിസോഡ് തുടങ്ങുന്ന അങ്ങനെ രാവിലത്തെ ഡാൻസ് കാണിച്ചു. എത്ര മണിക്ക് വരെ എഴുന്നേക്കണേ? 9 മണിയോ കണ്ടെന്നു. ഞാൻ അതും വിചാരിച്ചു എങ്ങനെ സൗണ്ട് വരുമല്ലോ. 9 മണി വരെ കിടന്നുറങ്ങാൻ പറ്റൂ? അത്ര അങ്ങനെ എന്തോ പറ്റുമെന്ന് തോന്നുന്നു. എന്നിട്ട് രാത്രി കിടന്നുറങ്ങാൻ സമയം വല്ലതും ഉണ്ടോ? അതെനിക്കറിയത്തില്ല എന്താ പരിപാടി എന്നൊക്കെ. വർത്താനൊക്കെ പറഞ്ഞു ഇതുപോലെ ഈ പറഞ്ഞ കുറെ പേര് സ്പെൻഡ് ചെയ്യുമ്പോ നമ്മളിപ്പോ ഫ്ലാറ്റിൽ നിൽക്കുന്ന പോലൊക്കെ ആയിരിക്കും. എനിക്ക് 3 ദിവസം ധ്യാനത്തിന് പോയിട്ടാണ് നിൽക്കാൻ പറ്റാറില്ല. അല്ല അതാണ് ഇങ്ങനെ മടുക്കുമായിരിക്കും ചിലപ്പോ നിന്ന്. അത് ഈ ദേഷ്യമൊക്കെ ചിലപ്പോ വരുമായിരിക്കും. ഫ്രസ്ട്രേഷൻ അല്ല എനിക്ക് ചിലപ്പോ ഞാനൊരു റൂമിന്റെ ഉള്ളിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് 100-200 ദിവസം. പക്ഷെ ഇടപെടുമ്പോ ആ ഒരു എന്റെ വെറുതെ ഇരിക്കല്ലോ ചെറിയല്ലേ. ഞാനിപ്പോ വിചാരിക്കുന്നത് നമുക്ക് ഈ 100 ദിവസം കണ്ടിന്യൂസ് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോ ഭയങ്കര മടുപ്പിക്കും. എടാ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നമ്മൾ നിൽക്കല്ലോ. ക്യാമറ അവിടെ എവിടെ ഉള്ളതല്ലേ. അല്ലാണ്ട് നമ്മള് നമുക്കിങ്ങനെ ഇല്ല കുറച്ച് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ നീ ആദ്യത്തെ വിറ്റോക്സിന് ഇരിക്കുന്ന പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അത് നമ്മള് ക്യാമറയുടെ കാര്യം ഓർക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യത്തിലൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ മാന്യം കളിക്കാൻ നോക്കിയിരുന്നു. അത് അല്ല നമുക്ക് അല്ല ഞാൻ സാറിന് നമ്മൾ അത്രയും ചെല്ലുമ്പോ ഇപ്പൊ എനിക്ക് ദേഷ്യം തോന്നി ശരിക്കും ഇപ്പൊ എന്നോട് അടുത്ത് പിടിച്ചെടുത്താൻ നോക്കി എനിക്ക് ഇറങ്ങിപ്പോലെ തോന്നുന്നു. ഞാൻ ഗെയിമാണല്ലോ ഇത് മറ്റേ വസ്തു അടിക്കണമല്ലോ 50 ലക്ഷം രൂപ വീട്ടിലൊന്നും ആലോചിക്കത്തില്ല. അപ്പൊ തന്നെ പോരാൻ നോക്കും. അതാണ് 50 ലക്ഷത്തിന്റെ പ്രൈസ് മണി ഈ തവണ 50 ലക്ഷം തോന്നുന്നു. ഒരു കോടിയൊന്നും ഇല്ലാന്നുണ്ട് എനിക്ക്. ഇത്തവണ 50 ലക്ഷം ഞാൻ അതുകൊണ്ട് എനിക്കും അടി ഉണ്ടാവാൻ ഞാൻ ഇറങ്ങി പോവാണ്. അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനല്ല നമ്മൾ വഴക്കുണ്ടാക്കുമ്പോ കൺഫെഷൻ റൂമിട്ട് പറഞ്ഞു വിടൂലേ. അപ്പൊ പോന്ന പോരെ. അല്ല നമുക്ക് എനിക്കൊന്നും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പോരാൻ തോന്നുന്നു. സ്വന്തമായിട്ട് കിട്ടിയായിരിക്കും. ഇല്ല പക്ഷെ മറ്റേ ആൾക്ക് കിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേട്ടൻ ബാഗ് എടുത്ത് അവിടെ വരെ പോയിട്ട് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ആള് 2ാം തീയതി ഇറക്കി വിട്ടില്ലേ. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇറക്കിയിട്ട് പിന്നെ ആൾക്കാരും വോട്ട് ചെയ്യില്ലേ. ആൾക്കാർ അവസാനം തുടക്കം തുടങ്ങി വോട്ടിംഗ് ഉണ്ട് അല്ലേ? തുടക്കം മുതൽ വോട്ടിംഗ് ഉണ്ട്. നിന്റെ അനുമാനങ്ങളെല്ലാം തെറ്റാ. എന്താന്ന് വെച്ചാൽ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവസാനത്തെ സമയത്ത് വിന്നറിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഒരു 5-6 ആൾ ഉണ്ടാവും അവിടെ. 4 പേര് അവസാനം 4 പേരല്ലേ. എനിക്കറിഞ്ഞോ ഈ വിഷയം എടുക്കണ്ടേ. ആരോ ഒരാള് കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന്. ബിഗ് ബോസ് സീസൺ 6 എന്തൊരു പ്രഷറല്ലേ. നമ്മള് അതാണ് നമ്മള് പ്രേഷർ ബിഗ് ബോസ് അടിപൊളിയാണ്. നമ്മള് പറഞ്ഞെന്നു വെച്ചാൽ നമുക്കും ഇതുപോലെ ബിഗ് ബോസിന് നമ്മളെ പറഞ്ഞല്ലേ അപ്പൊ വേണ്ടത്. ആക്ച്വലി നമ്മൾ എന്തൊരു ആവശ്യമില്ലാത്ത വിഷയം ഒന്നും അറിയത്തില്ല. പക്ഷെ സംസാരിക്കുന്നുണ്ട്. ക്യാമറ ഉള്ളത് നമ്മളെ മൈൻഡ് ചെയ്തില്ല. ഇങ്ങനൊരു ബിഗ് ബോസിൽ എപ്പോഴും ലവ് ആംഗിൾ കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അതിനകത്തൊരു സംഭവമാണ്. അതായത് ഇത്തവണ ചെന്നതിനകത്ത് 2 പേരവിടെ ഒരു മറ്റേ ഒരു മെയിൽ ഫീമെയിൽ 2 പേര് ആൾക്കാര് അല്ല എനിക്ക് 2 പേര് കുറച്ച് ക്ലോസ് ആയിട്ടിരുന്നു. എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് ബിഗ് ബോസിലോട്ട് ഇവര് വീട്ടുകാരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സിസ്റ്റം എന്താണ് വിളിച്ചപ്പോ വീട്ടുകാരത്തിൽ TV കാണുന്നല്ലേ മറ്റവന്റെ കൂടെ ഇരിക്കുന്നത് അത് മാറിയിരുന്നു അങ്ങനെയൊക്കെ പറയും. എന്ന് വെച്ചാൽ വീട്ടുകാർ അതിൽ ടെൻഷൻ ആവുക. TV ഇവര് തമ്മിൽ സെറ്റ് ആവുക. അല്ല ഈ ലവ് ആംഗിൾ വരുന്നവർക്ക് പുറത്ത് വേറെ റിലേഷൻ ഉണ്ടെന്നൊക്കെ പുറത്ത് വരും. അവരുടെ പബ്ലിക് അവരുടെ പ്രൈവറ്റ് ലൈഫും പുറത്തു വരുമല്ലോ ഒരു സെലിബ്രിറ്റി ആകുമ്പോ. പിന്നെ ഇവർക്കും എപ്പോഴും ഒരു സാധനം കാണും മനസ്സിന്റെ പുറകെ. ഇതെല്ലാരും കണ്ടോണ്ടിരിക്കുകയാണല്ലോ എന്റെ കുടുംബക്കാരുടെ അടുത്ത് ചോദിക്കുമല്ലോ. എന്നാലും ചില പക്ഷെ ഒരുപക്ഷെ അത്രയും അടുത്ത് ഒരാളുമായിട്ട് 50-60 ദിവസം നിൽക്കുന്ന ചില പ്രണയത്തിലാവുമായിരിക്കും അല്ലേ. ബിഗ് ബോസിൽ ശ്രീനിഷായിട്ട് അവര് കല്യാണം കഴിച്ചല്ലേ. അന്ന് തൊട്ട് പ്രണയം കളിക്കാൻ നോക്കിയാണ് ആൾക്കാർ. എന്നാലും നമ്മളെന്താണ് ഇത്ര നാളുണ്ട് ബിഗ് ബോസ് കാണാത്ത? ദിവസം ഇരുന്ന് റീല് കാണുന്നത് 1 മണിക്കൂർ ബിഗ് ബോസ് കണ്ടുവിടെ. ഞാൻ ഇപ്പൊ നമ്മളൊരു ബസ് ട്രാവൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ടിരിക്കണം. അപ്പൊ അപ്പുറത്ത് ഭയങ്കര ബഹളം എന്തെങ്കിലും കുറെ കണ്ടിന്യൂസ്ലി ബഹളം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ നമുക്കൊരു ഇതില്ലേ. നമ്മളിപ്പോ ആൾക്കാര് ഇടപെടില്ല ചിലപ്പോ കേറിയിട്ട്. അല്ല വിഷയം മാറ്റി പോലെ ബിഗ് ബോസ് കാണാതെ ഞാൻ കാണാത്തതിന്റെ ഒരു ഇതാണ്. അതായത് TV ഓണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ബഹളമാണ്. അത്ര ഒച്ചപ്പാട് നമുക്ക് ഒരു എന്തോ
പ്രശ്നം നടക്കുന്ന പോലെ ആ ഒരു സാധനം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ മുംബൈയിലോട്ട് ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മുംബൈയില് സ്ലീപ്പർ ടിക്കറ്റ് എടുത്താണ് പോയത്. 24 എങ്ങനെ പറഞ്ഞാലും ഏത് ടോപ്പിക് പറഞ്ഞാലും അവസാനം നമ്മളും നമ്മുടെ കൂട്ടുകാരും ബിഗ് ബോസ് ലാലേട്ടനെ തിരുന്ന് കണ്ടിട്ട് എന്നിട്ട് ബിഗ് ബോസ് തീർന്നു 15 മിനിറ്റ് ഒന്നും സംസാരിക്കില്ല. ബിഗ് ബോസ് കാണാത്ത 4 ആള് കൂടിയിട്ട് എന്ത് പറയാനാ? ബിഗ് ബോസ് അനീസൊക്കെ അനീസ് ഇവിടെ ഇല്ല അല്ലേ? വേറെ ബെഡ്റൂമിലെ അല്ല, അവൻ പറഞ്ഞാലോ മറ്റേ ഇംഗ്ലീഷ് ഇതിൽ അങ്ങണ്ടില്ലേ, ഒരു രാത്രി തുടങ്ങിയിട്ടുള്ള ഒരു ബിഗ് ബോസിന്റെ വേറൊരു ഇതില്ലേ ഉണ്ട്, അത്യാവശ്യം സീനുള്ള ബിഗ് ബോസ് ഉണ്ട്. അത് മലയാളത്തിലല്ല, വേറെ ഏതോ ഇതില് അങ്ങനത്തെ ഇതിലൊക്കെ. അല്ല, കൊറേ റിയാലിറ്റി ഷോ ഉണ്ട് ഈ കപ്പിൾസിനെ കൊണ്ട് ഐലൻഡ് ഇടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അത് നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഉണ്ടായിരുന്നു, ഹോട്ട് ആൻഡ് എന്താന്ന് പറഞ്ഞത് ആൾക്കാരെ കൊണ്ട് ഒരു ഐലൻഡ് ഇടും. അതാണ് സംഭവം. അവിടെ പരിപാടിയൊക്കെ ഉണ്ടായില്ലേ. പിന്നെ സ്പ്ലിറ്റ്സില്ലാണ് എന്താ സ്പ്ലിറ്റ്സില്ലുണ്ട് MTVയില്. അതിലിങ്ങനെ ഈ ഇൻട്രസ്റ്റിംഗ്. ഞാൻ പണ്ടൊരു സാധനം ഇമോഷണൽ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചുണ്ടായിട്ട് ഇങ്ങനൊരു നല്ലൊരു ഇൻഫർമേഷൻ ഞാൻ ഇമോഷണൽ അത്യാചാരം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു MTVയിൽ എന്തോ. അതെങ്ങനെയാന്ന് വെച്ചാ, ഇപ്പൊ നിന്നെ ഒരു പാർട്ട്ണർ ചീറ്റ് ചെയ്യുന്നു, ഓക്കെ, അപ്പൊ അവരെന്തിനെ കൺഫ്രണ്ട് ചെയ്യണം. അപ്പൊ നീ ഡയറക്ട്ലി കൺഫ്രണ്ട് ചെയ്യില്ല, നീ പരിപാടി നടത്തുന്നവരടുത്ത് പോയി പറയും. എന്നിട്ട് ഇവരൊരു ഇത് സെറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ഇത് പൊക്കി ഇവരെ കൺഫ്രണ്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. തിരിച്ച അല്ല, അങ്ങനെ തന്നെ. എന്നിട്ട് ഇയാൾ പോയി റിവെഞ്ച് എടുക്കും. മനസ്സിലായില്ലേ? എന്തോന്ന് വീഡിയോ ഗെയിം എന്നുവെച്ചാ ഇപ്പം ഒരാള് മഹാദേവനെ ചീറ്റ് ചെയ്യണം. ആ മഹാദേവൻ പോയി കൺഫ്രണ്ട് ചെയ്യാതെ മഹാദേവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ റിവെഞ്ചില് മഹാദേവന് MTVയുടെ അടുത്ത് പോയി പറയാം. അപ്പൊ MTV ഇതൊരു ടെലിവേസ്റ്റ് പരിപാടി പോലെ ഇവരെ ചേസ് ചെയ്ത് നോക്കി തെളിവായിട്ട് എടുത്തിട്ട് അങ്ങനെ. പിന്നെ മഹാദേവന് പോയി ദേഷ്യം, മഹാദേവനെ കയറ്റി വിടും, ചൂട് കയറ്റി വിട്ട് മഹാദേവനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കി വെക്കും. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്ന അനീസൊക്കെയാണെന്നുള്ള ഒരു, അതായത് വിഷ്വല് കണ്ടു നോക്കിയിട്ട് ഫസ്റ്റ് മറ്റേ സാധനം എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്ന അനീസൊക്കെയാണല്ലോ പുറത്തുവിടാൻ. അനീസൊക്കെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കും, അനീസൊക്കെ വിചാരിക്കും ഭാഗ്യം വിഷയത്തിൽ കയറി തിരിച്ച് വേറെ ഷോ എങ്കിലും പറഞ്ഞല്ലോ, വീണ്ടും മാറി പോയി. ഇതെല്ലാം ഇത് അതിലെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വായിന്ന് വിപ്ലവകരമായ സാധനങ്ങൾ അനീസൊക്കെ ചില സമയത്ത് മനപ്പുറം ഇറക്കി വിടുന്നതാണ്. നമ്മളിത് കാണാറില്ല നമ്മളാരും, അതുകൊണ്ട് നമ്മളെ വിട്ടുപോണതാ. അതാ ഞാൻ കിടന്ന് മറ്റേത് വേണോ അതൊക്കെ ചെയ്തപ്പോ അനീസൊക്കെ പിന്നെ ഇതിനിങ്ങനെ അതങ്ങനല്ല ഇങ്ങനെ. ഞാൻ പിന്നെ അനീസിന്റെ ആ ഒരു തീരുമാനത്തിനോട് വിട്ടുകൊടുക്കും. അനീസ് കറക്റ്റ് ആണ് എന്റെ പറഞ്ഞാൽ അനീസിന്. അല്ല, നമ്മളത് ചെയ്യൂല, അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ആ പണി കൂടി നമ്മൾ എടുക്കണം. അപ്പൊ മഹാദേവ, ഈ സീസൺ ആരാണ് നിന്റെ ഫേവറേറ്റ്? ആര് ജയിക്കണം എന്നാണ് റീല് കണ്ടതിൽ വെച്ച്? ലാലേട്ടൻ. എനിക്കറിയാം എല്ലാ സീസണിലും ലാലേട്ടനാണ് ജയിക്കണം അല്ലേ, കാരണം ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന സത്യം. അപ്പൊ നിനക്ക് ഫേവറേറ്റ് ഉണ്ടോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്? ജിൻഡോ ആശാൻ ജയിക്കട്ടെ ഇന്നല്ലേ? എനിക്ക് റോക്കി ഇഷ്ടമായിരുന്നു ആക്ച്വലി. റോക്കി പുറത്തായി, ഇനി ജയിക്കൂല. അല്ല, നമുക്ക് അങ്ങനല്ലല്ലോ. അത് ഈ പുറത്താവണവരോട് ചിലർക്ക് ഒരു ഇത് വരും, അനുകമ്പയാണ്. അല്ല, ഇതെന്താന്ന് വെച്ചാൽ കൊറേ വെറുത്ത് അവസാനം പുറത്താവുമ്പോ വെറുപ്പിന്റെ അവസാനം കുട്ടി ശങ്കറിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി. കുറ്റബോധം തോന്നുന്നു. അഴകിയ രാവണല്ലോ അല്ലെ, അവനൊരു ചാൻസ് കൊടുക്കണം. ഈ തിണ്ടീനെയാണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ ഇത് കാണുന്നവരും മനസ്സ് വെച്ച് അവരുടെ മനസ്സും വെച്ചാണ് കളിക്കുന്നത്. ചെറിയ ഇങ്ങനത്തെ ഇൻസിഡന്റ് സംഭവങ്ങളൊക്കെ കാണുമ്പോ ചിലരങ്ങനത്തെ ആ ഒരു വിക്ടിം കാർഡ് കളിക്കുമായിരിക്കും. ഞാൻ കേട്ടുള്ള ഈ രജിത് കുമാർ ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരെന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സാധനം എല്ലാ കാര്യത്തിലും ഭയങ്കര ഓവറായിട്ട് സെൻസിറ്റീവ് ആവുക. അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു ഇയാൾ എന്തൊരു പാവം മനുഷ്യനാണ്, ഇയാളെല്ലാരും ടാർഗറ്റ് ചെയ്യുള്ളൂ, ഞാൻ പക്ഷെ ഇയാളെ സപ്പോർട്ട് ചെയ്യും, ഞാൻ ശരിക്ക് നിൽക്കുന്ന ഞാൻ ശരിയുടെ പാതയിൽ മാത്രം നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു. ഇല്ല, എനിക്ക് തോന്നുന്നു പുള്ളിക്കും റോബിനുമാണ് ഭയങ്കര വലിയ ആർമി ഉണ്ടായിട്ടുള്ളത് അല്ലേ, ഭയങ്കര ആർമി. ഇപ്പൊ ആർമി ഉണ്ടോ? ആർമി ആവാനുള്ള സമയമാണുള്ളൂ. ആൾക്കാരെ ചെകഞ്ഞെടുത്തോണ്ടിരിക്കുക. ഇത് ആർമി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ അടുത്ത ആഴ്ച ഔട്ടായി കഴിഞ്ഞ ആർമി പെൻഷൻ പറ്റൂലേ, അത്ര പെട്ടെന്ന് തന്നെ.
അപ്പൊ വൈൻഡപ്പ് ചെയ്തോ? നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് നമുക്ക് അറിയുള്ളൂ. ഞങ്ങള് വരും ദിവസങ്ങളിൽ കാരണം നമ്മുടെ കൂട്ടത്തില് ബിഗ് ബോസ് മറ്റേ മെമ്പർ അനീസക്കല്ലേ, അനീസക്കല്ലേ എതിരഭിപ്രായമൊക്കെ ഉള്ളൂ. എനിക്ക് ഇന്ന് ഷൂട്ടിലിരിക്കുന്നതിന് മുന്നേ തന്നെ തോന്നുന്നു നമ്മള് മൂന്നേരാണ് ഒരു കാര്യത്തിലും തർക്കിക്കൂല. അങ്ങനെയാണല്ലോ അനീസക്ക ആണെങ്കിൽ അങ്ങനെ അത് അങ്ങനെ പറഞ്ഞ ശരിയാവും, അതെങ്ങനെ പറ്റും ദീപു? അഭിപ്രായങ്ങൾ ഏറ്റവും കൂടുതലുള്ള അനീസിക്കൊക്കെയാണ്. അതെ അതെ, നമ്മളെ അഭിപ്രായം കേൾക്കുന്നത് ചിന്തിക്കാം. ശരിയാണ്, ഇതിന് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അതെ സത്യം, അത് ചകഞ്ഞെടുക്കുന്ന സ്കില്ല് തന്നെ. വൈൻഡപ്പ് അല്ലേ? അപ്പൊ തീർന്നു. Okay, മറ്റേ പത്മജ പോയി. thank you guys. See you another episode of We Talk.